അസ്സലാമലൈക്കും. ഇറ്റ്സ് മീ നിഹാല നാസിക്, ഈസി ഹോം കുക്ക്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാൻ കിച്ചൺ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു, പിന്നെ ഞാൻ കിച്ചണിലേക്ക് വാങ്ങിയ ഐറ്റംസിൻ്റെ വീഡിയോസ് ഇട്ടിരുന്നു. ഒരുപാട് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വീഡിയോസിന്. മാത്രമല്ല ഒരുപാട് പുതിയ കൂട്ടുകാരെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ടേബിളിൽ ഈ ഒരു സ്റ്റൂളിൻ്റെ ലിങ്ക്. അപ്പം അതിന് മുന്നേ എനിക്ക് ഇതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. ജസ്റ്റ് ഞാനൊരു ലിങ്ക് മാത്രം തന്നെ നിങ്ങൾ അതുപോലെ മേടിച്ചിട്ട് പിന്നീട് പ്രശ്നം വരരുതല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് അപ്പം ഞാനിത് സ്റ്റൂളിൻ്റെ ആദ്യം പറഞ്ഞുതരാം കേട്ടോ. സ്റ്റൂള് ഞാൻ വാങ്ങിയത് മീഷോന്നാണ് വാങ്ങിയത്. അപ്പം മീഷോയിൽ ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട്. മീഷോയിലും പിന്നെ ഫ്ലിപ്കാർട്ടിലും ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഫ്ലിപ്കാർട്ടിൽ നോക്കിയ സമയത്ത് എനിക്ക് ഇതുപോലുള്ള ഐറ്റം കാണാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, വേറെ ഹൈ ചെയറിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അതായത് ഒന്നിന് തന്നെ 4000, 5000 ഒക്കെ വരുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കിച്ചണിനെ ഭംഗിയാക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം എൻ്റെ ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും ഉമ്മായാലും ഉപ്പായാലും ഒന്നും ഇവിടെ എന്തായാലും യൂസ് ആക്കാൻ പോകുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ വന്ന് ഇരിക്കാന്നല്ലാണ്ട് ഇവിടെ ഇരുന്ന് എന്തായാലും അവർ ഫുഡ് കഴിക്കാൻ പോകുന്നില്ല. അപ്പം എൻ്റെ മക്കൾക്ക്, എൻ്റെ മൂത്ത ആൾക്കും ചെറിയ ആൾക്ക് ആ ഒരു ഇതായിട്ടില്ല. അപ്പം മൂത്ത ആൾക്ക് ഒരു രസമായിക്കോട്ടെ. ഇപ്പം വേറെ ഏതെങ്കിലുമൊക്കെ നമ്മൾ ഹൗസ് വാമിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ആൾ ഭയങ്കര വീടിനോടൊക്കെ ക്രേസ് ഉള്ള ഒരാളാണ്. അപ്പം നല്ലൊരു വീട്, നല്ല സെറ്റപ്പ് എന്നുള്ള ആ ഒരു ആഗ്രഹം ചെറുപ്പത്തിലേ ഉണ്ട് കേട്ടോ. അപ്പം ആൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഹൈ ചെയറും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കോർണറും ഒക്കെ. ആ വീട്ടിലുള്ള പോലെ ഇവിടെ എന്താ ചെയ്യാത്തെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും, മോനെ അതൊക്കെ നമുക്ക് ചെയ്യാം, സമയമെടുത്ത് ചെയ്യാൻ പറയും. അങ്ങനെ ഏതായാലും ഞാൻ ഈ ഒരു ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ ആദ്യം തന്നെ ഞാൻ തിരയാൻ തുടങ്ങിയ ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ അധികം മീഷോ പ്രൊഡക്ട്സും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ തന്നെ വാങ്ങിയിട്ട് അധികം മീഷോ ആയിരിക്കും എൻ്റെ കിച്ചണിലുള്ള എല്ലാ ഐറ്റംസ് എന്ന് പറയുന്നത്. വാൾപേപ്പർ ആയാലും എല്ലാം തന്നെ. അപ്പം ഈ ടൈൽസ് ഞാൻ ഫ്ലിപ്കാർട്ടാട്ടോ. ഇത് ഒരുപാട് പേര് വിചാരിച്ച് എന്താ പറയുക ടൈൽസ് ആണ് കേട്ടോ. പക്ഷേ ഇത് വാൾപേപ്പർ ആട്ടോ. ഭയങ്കര സ്റ്റിക്കിംഗ് ആയിട്ട് വരുന്ന നല്ല ക്വാളിറ്റിയോട് കൂടിയ കിട്ടിയ ഐറ്റമാണ് കേട്ടോ. ഇത് എടുത്ത് പറയേണ്ടതാണ്. ഇത് എനിക്ക് തോന്നുന്നു 33 ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഞാൻ പിന്നെ പൊതുവെ ഇങ്ങനെ ഈ വാൾപേപ്പറൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് സെൻറ്റിമീറ്റർ കുറഞ്ഞിട്ടേ ഇരിക്കുമല്ലോ കിട്ടുക. അപ്പം ഞാൻ ഇതും അതുപോലെ ആയിരിക്കും കിട്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ തന്നെ വാങ്ങിയതാണ്. പക്ഷെ കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ നമുക്ക് കിച്ചണല്ലേ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ടൈൽസ് ആകുമ്പോൾ നമുക്ക് തുടച്ച് നിൽക്കാമെന്ന് വിചാരിക്കാം. പക്ഷെ ഇതൊക്കെ ഇത്രയുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഗ്യാസിൻ്റെ അടുത്തുള്ള ഒരു ഓപ്പോസിറ്റ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പം എന്തെങ്കിലുമൊക്കെ കുക്കറിൽ നിന്നൊക്കെ വിസിൽ വരുന്ന സമയത്ത് തെറിച്ചാലും തുടയ്ക്കുന്ന സമയത്ത് നല്ലോണം ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. അപ്പം നമുക്ക് ക്ലീൻ ചെയ്ത് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെ. പിന്നെ നമ്മൾ ഒന്നും നാളത്തേക്ക് വെക്കാതിരിക്കുക. അതായത് ഇന്നിപ്പം ചെയ്ത വൃത്തികേട് ഇന്ന് തന്നെ തുടച്ച് പോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് കിച്ചണ് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇനി ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സ്റ്റൂള് കണ്ടോ, നല്ല എളുപ്പത്തിൽ തന്നെയുണ്ട്. അടിയിലേക്ക് കുറച്ചും കൂടി ഇങ്ങനെ വൈഡായിട്ട് വന്നിട്ട് മേലോട്ടേക്ക് ഇങ്ങനെ ചുരുങ്ങി വരുന്നൊരു ടൈപ്പാണ്. വലിയ സ്റ്റൂളാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇത്ര ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. 2171 രൂപയാണ് ഈ 2 സ്റ്റൂളിന് കേട്ടോ. ഭയങ്കര ഹോട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതൊക്കെ നല്ല അടിപൊളി കുഷനും കാര്യങ്ങളൊക്കെ ആണ്. ഇതൊക്കെ നമ്മൾ പുറത്ത് പോയി വാങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം പൈസ ചെയ്യിപ്പിക്കുവാണെങ്കിലും നല്ല പൈസ ആവും കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി അവൈലബിൾ ഉണ്ട്. ഒരു പീക്കോ കളറാണ്. പക്ഷെ അതിന് 3000 വരുന്നുണ്ട് രണ്ടെണ്ണത്തിന്. അപ്പം എനിക്ക് തോന്നുന്നത് ചിലപ്പം കളറിൻ്റെ ആ ഒരു കളർ ചൂസ് ചെയ്യുന്നവർക്ക് റേറ്റ് കൂടുതൽ. വേറെ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിക്ചറിലായാലും എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇത് 170 സെൻറ്റിമീറ്ററോ അങ്ങനെ എന്തോ ആണുള്ളത്. ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഇവിടെ ഒരു തൈസിൻ്റെ അവിടെ വരാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ അടുത്ത 2 അങ്ങനെയാണ്. മീഷോൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാട്ടോ. 2 ഇത് ഫ്ലിപ്കാർട്ടാണ്. ഇത് മൊത്തമായിട്ട് നമുക്ക് അയച്ച രീതിയിലാണ് കേട്ടോ വരുന്നത്. അപ്പം ഈ ഒരു കണ്ടോ, കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അടിയിലും മേലത്തെ പോലെ തന്നെ ഇതുപോലെ സെറ്റപ്പ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുൾ ഇത് നമുക്ക് അസംബിൾ ചെയ്യാൻ രീതിയിലാണ് വരുന്നത്.
പക്ഷെ നമ്മൾ ഇത് വരുന്നത് മൊത്തമായിട്ട് അഴിച്ചിട്ടാണ്. അതായത് ഈ ഒരു മേലെയുള്ള ഈ ഒരു ഭാഗവും താഴെയുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് മാത്രം ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ടോട്ടലായിട്ട് സ്ക്രൂവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇത് 2538 രൂപ കേട്ടോ വാങ്ങിയത് ഈ ഒരു ടേബിള്. അപ്പൊ എനിക്ക് പറ്റിയ ഒരു അമളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ കാണിച്ചു തരാം. അപ്പം ഹൈ ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇരുന്ന് നമ്മൾ ഇവിടെ ആയിരിക്കണം ടേബിൾ വരുന്നത് അല്ലേ. അപ്പം ഇത് അങ്ങനെയല്ല, കുറച്ച് ഹൈറ്റിട്ട് ഇതിലൊരു 173 കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് പറ്റിയൊരു ഇതാണ്. കാരണം ഞാൻ പെട്ടെന്ന് ഈ ഐറ്റം കണ്ടപ്പോഴേ ആ ഒരു എക്സൈറ്റ്മെന്റിൽ വാങ്ങിയതാണ്. പക്ഷെ നമ്മളെ കിച്ചണിലേക്കായാലും ഇനിയിപ്പം ഹാളിലൊക്കെ ടിവിന്റെ തൊട്ട് താഴായിട്ട് സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ ഇല്ലാത്തവർക്ക് ഇതുപോലെ ഒരു ഐറ്റം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഷോപ്പീസും കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതിനെ കൊണ്ട് തന്നെ. പിന്നെ ഇത് നമ്മുടെ കുട്ടികൾക്ക് വേണമെങ്കിൽ സ്റ്റഡി ടേബിളിൻ്റെ ഒക്കെ മേലെ കുറച്ച് ഹൈറ്റ്സിലൊക്കെ ഇരുന്ന് പഠിക്കണം എന്നുള്ളവർക്കും ഇത് പർപ്പസ് ആണ് കേട്ടോ. ഇത് നല്ലൊരു അടിപൊളി ഐറ്റമാണ്. എന്തായാലും ഞാൻ ഇത് കുറച്ചൊരു ലെങ്ത് കൂട്ടാൻ വേണ്ടി ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ അടിയിൽ വാൾപേപ്പർ വെച്ചുകൊണ്ട് ഇഷ്ടികനെ കൊണ്ട് കയറ്റാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ എന്തായാലും ഈ ഒരു ഇതിൻ്റെ മേലെ ഇനി അങ്ങനെ പണി എടുക്കുന്നില്ല കേട്ടോ. വേണമെങ്കിൽ ഇതിൽ കമ്പി അടിയിൽ വെച്ചിട്ട് നമുക്ക് കയറ്റുമൊക്കെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ മുന്നോട്ടേക്ക് ഞാൻ ചിന്തിക്കേണ്ട കാര്യം എന്ന് മാത്രം. ഇപ്പം എന്തായാലും ഇങ്ങനെ തന്നെ നിൽക്കട്ടെ, അതായിരിക്കും ബെസ്റ്റ് എന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലും ചായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ മതി. പിന്നെ എൻ്റെ ഒരു പർപ്പസിന് എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് കിച്ചണിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം. അതുകൊണ്ടാണ് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാനിത്. അല്ലാതെ ഫുൾ ടൈം ഇതിലിരുന്ന് ഫുഡ് കഴിച്ച് ഇതൊരു ഡൈനിങ് ടേബിൾ ആക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇനി അങ്ങനെയുള്ള അറ്റകുറ്റ പണികൾ ചെയ്ത് ഇനി ഇതിനെ ബോറാക്കുന്നില്ല. നമ്മൾ ഏച്ചു കൂട്ടിയാൽ മുളിച്ചു നിൽക്കുന്നു അറിയില്ലേ, അതുപോലെ എന്തായാലും ചെയ്യുന്നില്ല. അത് രണ്ടെണ്ണത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. വീഡിയോ ഇരുന്ന് കണ്ടതിനും കമൻറ്റ് ഇട്ടവർക്കും ഓരോ ലൈക്ക് അറിയിച്ചവർക്കും ഒക്കെ ഒരുപാട് താങ്ക്സ്. അപ്പം ഇനിയും എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ തന്നെയായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഡെയിലി ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ. ഉച്ചക്കത്തെ ഫുഡൊക്കെ എന്തൊക്കെ അങ്ങനെയുള്ള രീതികളൊക്കെ ഞാൻ റെസിപ്പീസൊക്കെ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എത്രയേ ഉള്ളൂ.